ചില പ്രശ്നം എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ ഈശോ ഒരൊറ്റ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. തുടക്കം തന്നെ ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവെ കർത്താവെ എന്ന് തന്നെ വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. അതായത് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരു സ്ഥലത്ത് ഒരു വശത്ത് നമ്മൾ കർത്താവെ കർത്താവെ എന്നൊക്കെ വിളിച്ച് എപ്പോഴും നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് കാണിക്കുകയും, മറുഭാഗത്ത് എന്നാൽ ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഇതേ കാര്യം തന്നെ ഇന്നത്തെ ലേഖന ഭാഗത്തിലെ യാക്കോബസിലെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. യാക്കോബസിലെ പറയുകയാണ്, വചനം കേൾക്കുക മാത്രം ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അനുസരിക്കാതെ പോകുന്നത്? വചനം കേട്ടിട്ട് അത് അനുസരിക്കാതെ പോകുന്നവൻ പെട്ടെന്ന് ഇങ്ങനെ തന്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് പിന്നെ അത് മറന്നു പോകുന്ന ഒരു വ്യക്തിക്ക് തുല്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകുന്നില്ല. വചനം കേൾക്കുന്നുണ്ട്, കുറെയൊക്കെ വചനം കേൾക്കുന്നുണ്ട്, കുറച്ചൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് കർത്താവ് കർത്താവ് എന്ന് തന്നെ വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇതിന് മാറ്റം വരുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പതിയെ പതിയെ ഈ വചനത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്